അസ്സലാമലൈക്കും. ഉമ്മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ പഴുത്ത ഒരുവിധം പഴുപ്പായ ഓമക്കായ ഉപ്പേരി. അത് നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പറയാം. അതിനുള്ള ചേരുവകൾ ഇതിപ്പോൾ ഉപ്പിട്ട് വേവിക്കണോ, പിന്നെ സാധാരണ നമ്മൾ ഉള്ളിമുളകും കുത്തി തൂമിക്കണം പോലെ ഉപ്പേരി തൂമിക്കുക. ഇനി അവിടെ മതി മക്കളെ. അപ്പം നമ്മുടെ ഓമക്കായ വെന്തുട്ടാ, പഴുത്ത ഓമക്കായ വെന്തു. ഇനി വേവിച്ചു. ഇനി നമ്മളിത് തൂമിക്കുകയാണ്. അതിന് നമ്മൾ വെളുത്തുള്ളി 2 അല്ലി, ചുവന്നുള്ളി ഒരു 10 അല്ലി, അത് അതിൽ കിടന്നിട്ടൊന്ന് വാടട്ടെ. അത് വാടാൻ ഇത്തിരി ഉപ്പും പൊടി എടുക്കട്ടെ. ഉപ്പും പൊടി അപ്പൊ നമ്മുടെ ഇത് വാടാൻ ഒരു തരി ഉപ്പും പൊടി ഇട്ടാ. ആദ്യം പിടിച്ച ആള് പോയി, ഇവിടെ വന്നു. ഇവര് പോയേക്കുന്നു. അവര് വീട്ടിലെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോയേക്കുന്ന ഒരു മക്കളെ. അപ്പൊ നമ്മുടെ ചെറുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി വാടി. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മിളക് ചതച്ചത്, ഇനി അതൊന്ന് മൂക്കട്ടെ. മിളക് പൂത്തു. നമ്മളതിലേക്ക് 4 വേപ്പിൻ്റെ ഇല ഇടണം. ഇനി നമ്മുടെ വെന്ത പഴുത്ത ഓമക്കായ ഇടുന്നു. ഒരു ഇടിവിട്ട് മണം, നല്ല സ്മെല്ലില്ല. അതന്നെ നമ്മുടെ ഓമക്കായ സാധനം. പഴുത്ത ഓമക്കായ. ഓമക്കായ അത് തെർമോസും കായ. പല നാട്ടിലേക്ക് പല പേരാണ്. നമ്മുടെ ഓമക്കായ എന്ന് പറയുന്നത്. ഓമക്കായ എന്ത് ചെയ്തതാ? ഉപ്പേരി. ഉപ്പേരി റെഡി. അപ്പൊ നമ്മൾ ഓമക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് മക്കളെ. ആ കലാപരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മള് ടേസ്റ്റ് നോക്കുന്നു. അപ്പൊ മക്കളും ഇതുപോലെ നല്ലോണം മൂത്ത് പഴുപ്പാവാറായ ഓമക്കായ എടുത്ത് ഉപ്പേരി വെക്കുക. നല്ല ടേസ്റ്റാ. മധുരവും എരിവും കൂടി ഇട്ടിരുന്നാൽ നല്ല മൂക്കണമാണ്. അപ്പൊ മക്കളെ നമ്മളിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് ടേസ്റ്റ് നോക്കണം. നെക്സ്റ്റ് ടേസ്റ്റ് നോക്കൽ ചടങ്ങ് ഗൈസ്. എന്തൊരു ടേസ്റ്റാണ് ഗൈസ്. മണമൊക്കെ അങ്ങനെയാണെങ്കിലും സൂപ്പർ സാധനം, നല്ല മണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.